സിപിഎമ്മിനെ വീണ്ടും വെല്ലുവിളിച്ച ജി സുധാകരൻ എം.എൽ.എ. സിപിഎം നേതാക്കൾ വയോജന പാഠശാലയിൽ പോയി വിദ്യാഭ്യാസം നേടണം. ജനങ്ങളോട് പെരുമാറുന്നത് എങ്ങനെയെന്ന് പഠിക്കണം. എന്തിനാണ് തന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയതെന്നും സുധാകരന്റെ ചോദ്യം. ആദ്യം പ്രതികരണത്തിലേക്ക് പോകാം. SLCക്ക് പോലും തോറ്റുള്ള ആളുകൾ വന്നിട്ട് എൻ്റെ വീടിന് നേരെ മുദ്രാവാക്യം വിളിച്ച് വരിക എന്നൊക്കെ പറഞ്ഞു. അതെന്ത് ഏർപ്പാടാണ്? ആദ്യം നിങ്ങൾ ഒന്നുകൂടി വയോജന വിദ്യാശാലയിൽ പോയിട്ട് അവിടെ പഠിക്കുക. പ്രായമായവർക്കവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി CPM നേതാക്കന്മാർ പഠിക്കണം. ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണം. എതിരാളികളെ അസഭ്യം പറഞ്ഞതുകൊണ്ട് കാര്യമായി, ചീത്ത പറഞ്ഞതുകൊണ്ട് കാര്യമായി. അതുകൊണ്ടല്ലേ മൊത്തം തോറ്റത്. CPM-കാർ ഇതിനകത്ത് കാണും. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നിങ്ങളൊരു പാർട്ടി മാറണമെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ MLA ഓഫീസിലേക്ക് ഇവരെന്തിനാണ് മാർച്ച് നടത്തി ചീത്ത പറഞ്ഞത്? എന്തിനാണ് മാർച്ച് അത് ചെയ്തത്? പോലീസ് ഇതിന് കൂട്ടാനാണ്. ഭരണം മാറിയൊന്നും ഇവിടുത്തെ പോലീസ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആലപ്പുഴ പോലീസ് ഒന്നും അറിഞ്ഞിട്ടില്ല. അവർ പഴയ പോലെ പ്രവർത്തിക്കുകയാണ്, വെറുതെയാണ്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. സുധീഷെ, ജി സുധാകരൻ വേഴ്സസ് CPM വീണ്ടും കനത്ത പോരിലേക്ക് കടക്കുകയാണോ? ജി സുധാകരൻ ഒരുപാട് വിമർശനങ്ങൾ CPM-നെതിരെ വീണ്ടും ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെയാകും ഇതിന് സഖാക്കൾ മറുപടി നൽകുക? ജി സുധാകരൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അശ്വതി, കുറച്ച് നാളായി തന്നെ ജി സുധാകരനും CPM തമ്മിലുള്ള പോര് വീണ്ടും ശക്തമായിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം നീർക്കുന്ന സ്കൂളിലുണ്ടായ ഒരു വിഷയം അവിടുന്ന് മണ്ണ് മാറ്റിയതുമായി ഇടപെട്ട് അതിനെതിരെ ജി സുധാകരൻ രംഗത്തെത്തിയിരുന്നു. ഈ സമയം CPM-കാർ സംഘടിച്ചെത്തുകയും ജി സുധാകരനെ തടയുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ഒരു സംഘർഷത്തിലേക്ക് കലാശിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും പോലീസ് ഇതിൽ കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ജി സുധാകരൻ ശക്തമായി CPM-നെതിരെ രംഗത്തെത്തിയതോടെ ജി സുധാകരന്റെ MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് CPM സംഘടിപ്പിക്കുകയും ജി സുധാകരൻ പാർട്ടിയോടും പാർട്ടി നേതാക്കളോടുമുള്ള സമീപനം മാറ്റണം, ഇല്ലെങ്കിൽ ശക്തമായ നടപടികൾ ഉണ്ടാവും എന്ന രീതിയിലുള്ള ഭീഷണികൾ ഉയർത്തിയിരുന്നു. എന്നാൽ ആ ഭീഷണി വകവെക്കാതെയാണ് ഇപ്പോൾ ജി സുധാകരൻ വീണ്ടും പാർട്ടിക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ജി സുധാകരൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ജനങ്ങളോട് എങ്ങനെ മര്യാദയ്ക്ക് ഇടപെടണം എന്ന കാര്യം ഈ പാർട്ടി അംഗങ്ങൾ വയോജന ക്ലാസ്സിൽ പോയി പഠിക്കണം. ഈ കൃത്യമായ രീതിയിൽ ആ ഇടപെടിയിൽ ഉണ്ടാവാത്തതിന്റെ, ആ പഠനമില്ലാത്തതിന്റെയാണ് കനത്ത തോൽവി ഏറ്റുവാങ്ങിയത്. അതോടൊപ്പം തന്നെ തന്റെ ഓഫീസിലേക്ക് എന്തിനാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്? അതോടൊപ്പം ഇതിൽ പോലീസിന്റെയും സഹായം CPM-ന് ലഭിക്കുന്നു. ഭരണം മാറിയത് പോലീസുകാർ മനസ്സിലാക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ശക്തമായ ഭാഷയിൽ ഇനിയും പാർട്ടിക്കെതിരെ രംഗത്തെത്തും എന്ന കാര്യമാണ് ജി സുധാകരൻ പറയുന്നത്. ആരും ഈ പറയുന്നത് കേൾക്കുന്നവരിൽ പാർട്ടിക്കാരും ഉണ്ടാവുക, ആരും പാർട്ടി മാറണമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇത് മനസ്സിലാക്കി അവർ സ്വയം അവരുടെ പ്രവർത്തന രീതികൾ തിരുത്തണം എന്ന ആവശ്യം കൂടിയാണ് ജി സുധാകരൻ മുന്നോട്ട് വെക്കുന്നത്. അശ്വതി.